വരെ. നിങ്ങൾക്കറിയാമോ, കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്നു ചാച്ചാജി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പിറന്നാളായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഉത്തർപ്രദേശിലെ അലഹബാദ്, പ്രയാഗ്രാജ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റുവും മാതാവ് സ്വരൂപ റാണിയുമാണ്. UN ജനറൽ അസംബ്ലിയിൽ ആദ്യ വനിതാ അധ്യക്ഷയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് നെഹ്റുവിന്റെ സഹോദരിയാണ്. മറ്റൊരു സഹോദരി എഴുത്തുകാരിയും കൂടിയായ കൃഷ്ണഹൂതി സിംഗ് ആണ്. ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം അമൂല്യമായത് എന്നാണ്. 8 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നും അറിയപ്പെടുന്നു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച നെഹ്റു നീണ്ട 16 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1955 നെഹ്റുവിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്ന ലഭിക്കുകയുണ്ടായി. ഭാരതരത്ന ലഭിച്ച ആദ്യ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്ത നെഹ്റു നടത്തിയ പ്രസംഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നു. പിന്നീട് ഈ പ്രസംഗം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ പ്രസംഗം എന്ന് ബ്രിട്ടീഷ് പത്രം ദ ഗാർഡിയൻ വിലയിരുത്തുകയുണ്ടായി. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഓട്ടോബയോഗ്രഫി ഇതെല്ലാം നെഹ്റുവിന്റെ കൃതികളാണ്. 1962 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധിജി തന്നെ രാഷ്ട്രീയ പിൻഗാമിയാക്കി പ്രഖ്യാപിച്ചത് നെഹ്റുവിനെയാണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇന്ത്യയുടെ സംസ്ഥാനമായ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് നെഹ്റുവാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം. 1964 മെയ് 27 നെഹ്റു അന്തരിച്ചത്. അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം എന്നറിയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.